എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ അലീന മുത്തശ്ശിയുടെ മുറിയിലിരുന്ന മുത്തശ്ശിയുടെ കൈക്ക് എണ്ണയിട്ട് കൊടുക്കുകയാണ്. തനിക്ക് അതിയായ വേദനയുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം മാറിക്കോളും മുത്തശ്ശി എന്നാണ് അലീന പറയുന്നത്. അതിനുശേഷം മുത്തശ്ശി അലീനയോട് എന്തോ ചോദിക്കാൻ എന്നുള്ള മട്ടിൽ അലീനയോട് പറയുകയാണ്, നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ? അത് കേട്ടയുടൻ തന്നെ അലീന ഇല്ലെന്നാണ് പറയുന്നത്. മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു തവണ പോയിട്ടുണ്ടെന്നാണ് മുത്തശ്ശിയുടെ മറുപടി. മുത്തശ്ശി എന്താണ് ഞാൻ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണമെന്ന് അലീന ചോദിക്കുമ്പോൾ അവിടം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഈ താജ്മഹാളൊക്കെ ഉള്ളതല്ലേ? ഇവിടുത്തെ മാഡം അവിടുത്തെ സ്കൂൾ ടീച്ചറല്ലായിരുന്നോ? അപ്പോൾ അതേന്നാണ് മുത്തശ്ശി പറയുന്നത്. മാത്രമല്ല മാഡം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് മനുവേട്ടനാണ് എന്നോട് പറഞ്ഞതെന്നാണ് അലീനയുടെ മറുപടി. അതെപ്പോൾ അവൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു അമ്മാവനില്ലേ? അങ്ങനെ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് മാഡം അവിടെ താമസിച്ച കാര്യം ഏട്ടനോട് പറഞ്ഞത്. അപ്പോൾ ഇതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത് കേൾക്കുന്ന അലീന വേറെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നാണ് മുത്തശ്ശി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലെന്നും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നാണ് മുത്തശ്ശിയോട് അലീന ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ലെന്ന് മുത്തശ്ശി തീർത്ത് പറയുന്നു. ഒന്നുമില്ലെങ്കിൽ വേണ്ട, എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് അവിടെയും ഇരിക്കട്ടെ. നിൻ്റെ മനസ്സിൽ എന്താ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് വൈജയോട് ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞത്? ഇത് കേൾക്കുന്ന അലീന അതെന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞപ്പോൾ വരട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്കറിയില്ല. അതെന്താ മുത്തശ്ശി, അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അലീന ചോദിക്കുന്നത്. അവിടെയോ? അവിടെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലല്ലോ എന്നാണ് മുത്തശ്ശി തിരിച്ച് മറുപടി പറയുന്നത്. അതായത് മാഡത്തിന് അവിടെ ആരോടെങ്കിലും ഇഷ്ടമോ ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മുത്തശ്ശി? ഇത് കേൾക്കുന്ന മുത്തശ്ശി ഒന്നും തന്നെ പറയാൻ കൂട്ടാക്കാതെ അലീനയോട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം അലീന, ഞാൻ ആഗ്രയിലെ ചരിത്രം അറിയാമെന്ന് പറഞ്ഞത് മാഡത്തിനോടാ. മാഡം അത് മുത്തശ്ശിയോട് പറയാനും മുത്തശ്ശി അത് ഇപ്പോൾ എന്നോട് ചോദിക്കാനും എന്താണ് കാരണം? ഇത് കേൾക്കുന്ന മുത്തശ്ശി ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇത് കേട്ടയുടൻ തന്നെ മാഡം എന്തിനാണ് വരേണ്ടത്? ഇതുവരെയും എനിക്ക് ആഗ്രയെപ്പറ്റി പ്രത്യേകിച്ച് ഒരു സംശയവുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അലീനയുടെ മറുപടി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മുത്തശ്ശി. അല്ലെങ്കിൽ തന്നെ വൈജ ആഗ്രയിൽ പോയി വന്നിട്ട് ഇപ്പോൾ 10-22 വർഷമായില്ലേ? അന്ന് കുഴിച്ചിട്ടതൊക്കെ ഇപ്പോൾ വീണ്ടും എന്തിനാണ് തോണ്ടിയെടുക്കുന്നത്? അതൊക്കെ അന്നേ ദ്രവിച്ചു പോയതല്ലേ? അവിടെ എന്താണ് കുഴിച്ചിട്ടത് മുത്തശ്ശിയും ചോദിക്കുമ്പോൾ മനുഷ്യനെ മൃഗത്തിനെയും ഒന്നുമല്ല, പണ്ട് നടന്ന ചില സംഭവങ്ങളാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. അതിനുശേഷം അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അലീന. അവിടെ സിങ്ക് നിറയെ പാത്രങ്ങളാണ്. അലീനയെ തേടി അവിടേക്ക് എത്തുകയാണ് കൃഷ്ണ. ഇതെന്തായി ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നിറച്ച് പാത്രങ്ങളാണെന്നും ഇതങ്ങ് കഴുകി വെക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അലീന പറയുന്നു. കണ്ടയുടൻ തന്നെ കൃഷ്ണ അലീനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങുകയാണ്. അവളെ ഇതിപ്പോൾ കണ്ട് മാഡം ഇങ്ങോട്ട് വന്നാൽ മാഡം എന്നെ വഴക്ക് പറയുമെന്നാണ് അലീന പറയുന്നത്. ഈ സമയം തന്നെ കൃഷ്ണയെ തേടി വൈജയും അവിടെ എത്തുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് വൈജ ചോദിക്കുന്നത്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടെന്നും ഇതും പഠിക്കേണ്ട കാര്യമില്ലേ എന്നാണ് ചോദിക്കുന്നത്. കേട്ടയുടൻ തന്നെ അലീനയുടെ നേർക്കായി ഇതൊക്കെ ചെയ്യാനല്ലേ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? കേട്ടിട്ട് കൃഷ്ണ, ഇവൾക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് റെസ്റ്റാണ്. അതാരും മാഡത്തിനോട് പറഞ്ഞില്ലേ? ഇതൊക്കെ മാഡത്തിന് അറിയാവുന്ന കാര്യമല്ലേ? ഇത് കേട്ടെ ദേഷ്യത്തോടെ വൈജ, നിനക്കിപ്പോൾ എന്തും പറയാമെന്നായോടി? തർക്കുത്തരം ഇത്തിരി കൂടുന്നുണ്ട്. ഞാനൂല് തലയധികം പൊക്കണ്ട കേട്ടോ. ഇത് കേൾക്കുന്ന കൃഷ്ണ, ഗ്രഹണ സമയത്ത് ഞാനൂലിനും തല പൊക്കാം. വൈജ അലീനയോടായി, നീ വേഗം ഒരു ചായ എടുക്ക്. അത് ശരിയാ ചേച്ചി. എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞോണ്ട് നിൽക്കുക. വെറുതെ നിൽക്കുന്നതാ മാഡത്തിന് പ്രശ്നം. ഇത്രയും കേട്ടതുകൊണ്ട് തന്നെ വൈജ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ അലീനയോടായി, ചോറും കറികളുമെല്ലാം ഉണ്ടല്ലോ അല്ലേ? നീ റെസ്റ്റിലായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉണ്ട് സാർ, പക്ഷേ കറികളൊക്കെ കുറച്ച് കുറവാണ്. അടുക്കളയിൽ ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്നും, എങ്കിൽ നീ അത് വെച്ച് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കുക. ഇന്നാളെ നീ ഉണ്ടാക്കി തന്ന ചമ്മന്തി നല്ല രുചിയായിരുന്നു. അമ്മ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയും കഴിച്ചിട്ടില്ല സാർ എന്നാണ് അലീനയുടെ മറുപടി. നീ എന്നാൽ വേഗം റെഡിയാക്ക്, അമ്മയ്ക്കും അത് ഇഷ്ടമായിരിക്കും. അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്ന അലീനയെ വിളിച്ചു നിർത്തി, പതിയെ ചെയ്താൽ മതി, ഒട്ടും തന്നെ ധൃതി വെക്കേണ്ട കേട്ടോ എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതിനുശേഷം അമ്മയെ കാണാനായി മുറിയിലേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. അമ്മ ഊണ് കഴിച്ചില്ലെന്ന് അലീന പറഞ്ഞു. എനിക്ക് വലിയ ധൃതിയൊന്നുമില്ലല്ലോ, ഈ കിടപ്പ് തന്നെ കിടക്കുകയല്ലേ എന്നാണ് അമ്മയുടെ മറുപടി. അമ്മയ്ക്ക് ഞാൻ ഈ മുറിയിലൊരു TV ഫിറ്റ് ചെയ്ത് തരാം. ഞാനത് ഇന്നാള് വൈജയോട് പറഞ്ഞതായിരുന്നു.
അപ്പോൾ ജോലിക്കാരി ടി വിയും കണ്ട് മുറിയിൽ തന്നെ ഇരിക്കും. പിന്നെ ഇവിടുത്തെ പണിയൊന്നും നടക്കില്ല. അമ്മ ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കുമെന്ന് വിചാരിച്ചാണ് ഇത്രയും നാൾ ഞാനത് ചെയ്തു തരാഞ്ഞത്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്ത് പറയാനാണെന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ ഞാനൊരു ടി വി ഫിറ്റ് ചെയ്ത് തരാം അമ്മയ്ക്ക്. എന്തോ സംശയം തോന്നിയിട്ടെന്നോണം അമ്മയുടെ ഫോൺ എന്തേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അമ്മയുടെ ഫോൺ എടുത്ത് കോൾ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യുന്നു. അതിലെ രോഹിത്തിന്റെ കോൾ റെക്കോർഡിംഗ് ബാലചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ റെക്കോർഡിങ്ങുകളെല്ലാം തന്നെ ബാലചന്ദ്രൻ സ്വന്തം ഫോണിലേക്ക് അയച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്ത് പഴയ സ്ഥാനത്ത് തന്നെ ഫോൺ വെച്ചിട്ട് പോകുന്നു. ലീന വന്നതിന് ശേഷം അമ്മയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്ന് അമ്മയോട് തിരക്കുന്നുണ്ട്. എനിക്ക് ഞാൻ വിളിച്ചാൽ മരുന്നെടുത്ത് തരാനും എൻ്റെ വിളി കേൾക്കാനും ഒരാളുണ്ടായിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ അവളെ കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യിക്കുന്നില്ല. അത് ശരിയമ്മേ, എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരിയമ്മേ, ഞാൻ പോയി ഊണ് കഴിക്കട്ടെ. അലീനയോടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ ചമ്മന്തി. അവൾ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണെന്ന് അമ്മയും സമ്മതിക്കുന്നു. അങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ് ബാലചന്ദ്രൻ. അലീനയുണ്ടാക്കിയ ചമ്മന്തി രുചിച്ചു നോക്കി അതിന് നല്ല സ്വാദുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അലീന ഭക്ഷണം കഴിച്ചു എന്ന് തിരക്കുന്നു. ഇല്ല സർ, ഞാൻ കഴിച്ചില്ല. അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചോളാം. അമ്മയ്ക്ക് നേരത്തെ കൊടുക്കേണ്ടതല്ലേ, എന്താ കൊടുക്കാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ വിശപ്പില്ലെന്നും പിന്നെ മതിയെന്നുമാണ് അമ്മ പറഞ്ഞത്. എന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ബാലചന്ദ്രൻ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ആ കോൾ റെക്കോർഡിംഗ് കേൾക്കാനായി. അങ്ങനെ ആ കോൾ റെക്കോർഡിംഗ് പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിലെ സംഭാഷണം അലീനയും തൻ്റെ മകനായ രോഹിത്തും തമ്മിലാണെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്നു. ആ സംഭാഷണങ്ങളുടെ ഉള്ളടക്കം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തിന് പിന്നിൽ തൻ്റെ മകൻ്റെ കരുതി കൂട്ടിയുള്ള ഇടപെടലായിരുന്നുവെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുന്നു. ഫോൺ സംഭാഷണങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് ആകെ വിഷമത്തിലാണ് ബാലചന്ദ്രൻ. സംഭാഷണങ്ങളെല്ലാം കേട്ട ശേഷം തൻ്റെ മുറി തുറക്കുന്ന ബാലചന്ദ്രൻ കാണുന്നത് വീട്ടിലെ ജോലികൾ ഓരോന്നായി ചെയ്യുന്ന അലീനയാണ്. അയാൾ അങ്ങനെ അവളെ തന്നെ നോക്കി നെടുവീർപ്പിട്ട് നോക്കി നിൽക്കുകയാണ്.